ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണയായി ഒരു ദീപം കൊളുത്തുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മുടെ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുമ്പോഴുള്ള മനസ്സിൻ്റെ ഒരു സന്തോഷം, സമാധാനമൊക്കെ. ഒരു വല്ലാത്തൊരു ആനന്ദം തന്നെയാണ്. എനിക്കത് അനുഭവിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ശാന്തമായുള്ള സമയത്ത് ദീപം കൊളുത്തി ആ ദീപം തെളിയുന്നത് കാണുമ്പോൾ തന്നെ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തത് തന്നെയാണ്. വല്ലാത്തൊരു വികാരം അന്നേരം തോന്നാറുണ്ട് എനിക്ക്. നമ്മൾ ദൈവത്തിനോട് ഒരുപാട് അടുത്തിരിക്കുന്നത് പോലെ തോന്നാറുണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു തരുമെന്ന് എനിക്കിപ്പോൾ സ്വയം എൻ്റെ മനസ്സിൽ അങ്ങനെ ചിന്ത വരികയാണ്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് നമ്മളുടെ ആഗ്രഹങ്ങളൊന്നും പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വിളക്ക് കൊളുത്തിയിട്ട് നമ്മൾ ദൈവത്തിനെ വിളിച്ച് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. എനിക്ക് ഇന്ന ആഗ്രഹം സാധിച്ചു തരണമേ എന്ന് പറയണമെന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മനസ്സിൽ അത് തോന്നുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ആ ഒരു കുറച്ച് 10 മിനിറ്റ് സമയമുണ്ടല്ലോ, അങ്ങനെ നമ്മൾ ആ ഒരു ആനന്ദത്തിലായിരിക്കും. ആ വിളക്കിൻ്റെ ദീപപ്രഭയിലുണ്ടല്ലോ, അങ്ങനെ ലയിച്ചിരിക്കും. അത് കഴിഞ്ഞേ നമുക്ക് പ്രാർത്ഥന ചെല്ലാൻ പോലും തോന്നാറുള്ളൂ. ആദ്യമൊക്കെ ഞാൻ വിളക്ക് കൊളുത്തുന്ന സമയത്ത് എനിക്കൊരു ഭയങ്കര വെപ്രാളം പോലെ ആയിരുന്നു. അയ്യോ, സമയം കഴിഞ്ഞു പോവുക, വേഗം കുളിച്ചിട്ട് വന്ന് വിളക്ക് കൊളുത്തണം, 5:30 മുമ്പ് അല്ലെങ്കിൽ 5:20 മുമ്പ് എനിക്ക് വിളക്ക് കൊളുത്തി എൻ്റെ പ്രാർത്ഥനയെല്ലാം പറഞ്ഞു തീർക്കണം, ദൈവത്തിനോട് പറഞ്ഞ് അപേക്ഷിക്കണം എന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ ആ ഒരു ഇതിലായിരുന്നു ഞാൻ നാമം ചൊല്ലിക്കൊണ്ടിരുന്നതും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പോകെ എനിക്കത് മാറി വരുന്നുണ്ട്. മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാൻ സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒരു 1-2 മിനിറ്റത്തേക്ക് അത് നമ്മളെ അലട്ടും. അത് കഴിഞ്ഞ് പിന്നെ മനസ്സിനെ നമ്മൾ ശാന്തമാക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ദീപം കൊളുത്തുന്നത് കൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഞാൻ പിന്നെ ഇന്ന് ചൊവ്വാഴ്ചയല്ലേ വെറ്റില ദീപം കൊളുത്തിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം. അപ്പോൾ എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം.